ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാനിവിടെ ഒരു സംഭവം കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ഞാൻ സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സംഭവം ഒരാൾ ഒരു കൂട്ടിനകത്ത് അതിൻ്റെ അകത്തോട്ട് പോകുന്നു, എന്തൊക്കെയോ പുറത്തിടുന്നു. നോക്കുമ്പോൾ എന്താ, ഇത് ഒരു ഇൻസെക്റ്റാണ്, വേട്ടാളൻ എന്നാണ് പറയുന്നത്. ആ ഇൻസെക്റ്റ് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നോക്കിക്കേ, കുറേ നേരത്തെ പണിയാണ്. ആ അകത്തുള്ള മണ്ണെല്ലാം എന്താ പുറത്തേക്ക് ഇങ്ങനെ ഇത്ര ക്ലീനായിട്ട് പുറത്തോട്ട് ഇടുന്നതെന്ന് നോക്കിക്കേ. ഇത് കുറേ സമയമായി കേട്ടോ പുള്ളിക്കാരൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വിചാരിച്ചത് എന്ത് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഈ മണ്ണെല്ലാം അവരിങ്ങനെ എടുത്തെടുത്തിട്ട് അവസാനം ഈ മണ്ണ് കൊണ്ട് ഇനി വല്ല പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ഇവൻ്റെ പുറകിൽ ഞാനിനി പോകേണ്ടി വരും. ഇവർ ചിലപ്പോൾ ഒരു കൂടൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അത് ഈ മണ്ണൊക്കെ എടുത്തിട്ടാണ് അവർ കൂടുണ്ടാക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. പാവം ഈ കുഴിച്ചതൊക്കെ പോകുമെന്നറിയില്ല. പക്ഷേ പുള്ളിക്കാരൻ കുറേ സമയമായിട്ടോ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കാണുന്നുണ്ട്, പക്ഷേ ഇതെന്താണോ, മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അടുത്ത് പോയി നോക്കിയാലോ, പറന്നു പോകുന്നറിയില്ല. പക്ഷേ അതിൻ്റെ ഹാർഡ് വർക്ക് കണ്ടില്ലേ. വെയിറ്റ്, കുറച്ചും കൂടെ അടുത്ത് പോയിരിക്കുകയാണ്. ഇനി ഇവർക്കൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക് ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, എനിക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാം. കണ്ടോ ഗൈസ്, എത്ര നേരം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ മണ്ണ് കൊണ്ടുവരിക, പിന്നെ അകത്തേക്ക് പോവുക. എനിക്കിതിൻ്റെ അകത്തൊക്കെ പോയി നോക്കണമെന്നുണ്ടായിരുന്നു. നല്ല രസമായിരിക്കും അല്ലേ. കണ്ടോ, എത്ര മണ്ണ്. പോവുക, അതേപോലെ തിരിച്ചു വരിക. ഇത് തന്നെ പരിപാടി. കണ്ടോ, വേട്ടാളൻ. ഇനി ഇതിൻ്റെ ഫർദർ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വലിയ വലിയ കല്ല് പോലത്തെ സാധനമൊക്കെ പുറത്തോട്ട് എടുത്തിട്ടത് കണ്ടോ. ഇപ്പോൾ ഒരു കല്ല് പോലത്തെ ഇവിടെ കാണുന്ന കല്ലൊക്കെ അത് പെറുപ്പിക്കൊണ്ട് തോന്നുന്നു. ഈശ്വര, നൈസ്. ഇത് കണ്ടോ കണ്ടോ കണ്ടോ, അടിപൊളി. ഞാൻ അടുത്തേക്ക് പോയപ്പോൾ എന്നെ കുത്താനായിട്ട് വന്നു. അതെ, അടുത്തൊരു ഉറുമ്പ് വന്നപ്പോൾ അതിനെ ഓടിച്ചിട്ട്. ചിലപ്പോൾ കുത്തുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. വിഷമാണോ? ശരി, നീ നിൻ്റെ പണി നടത്തിക്കോ, ബായ്. ഇപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതേ ഇരിപ്പിലാണ്. കണ്ടോ, ഒരു തളർച്ചയില്ലാതെ അതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ. അപ്പോൾ ഇതെന്താ, നമ്മൾ എന്താ പഠിക്കേണ്ടത്? കൺസിസ്റ്റൻസി, ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്, ഇതെല്ലാം ഉണ്ടെങ്കിൽ സക്സസ് ഉറപ്പാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ഇത് കൊണ്ടുപോയിട്ട് ആ വീടൊക്കെ ഒന്ന് പണിഞ്ഞതും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഇതാണ് നമ്മൾ മനുഷ്യരും പഠിക്കേണ്ടത്. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മണ്ണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ദേ അടുത്ത ആൾ വന്നു. ആരാ? ദേ പോയി 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 ആ ചിത്രശലഭം പോയി. സോ നമ്മളിവിടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഇവിടെയാണ്. സോ ഇവിടെ നമ്മുടെ വീട്ടിൽ കുറേ അതിഥികൾ വരാറുണ്ട്. കാക്ക, അണ്ണാൻ, മൈന, ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് പക്ഷികളാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ വരും. സോ അതുകൊണ്ട് നമ്മുടെ വേസ്റ്റ് അധികം ഇവിടെ ഇങ്ങനെ സ്റ്റിങ്കി ആവുമോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എവറിത്തിങ് അവർ ക്ലീൻ ചെയ്തോളും. ഇദ്ദേഹത്തിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞു. ഇപ്പം ഇച്ചിരി ഡിലേ ആവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് മനസ്സിലാക്കി, ആ അതേ സ്പീഡിലാണ് അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ കുറച്ച് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അത്രയും ഹോൾ ഡീപ്പ് പോയിട്ടുണ്ട് സംഭവം. ഓക്കെ ഗൈസ്, ഇത് തന്നെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ കാര്യങ്ങൾ നടക്കൂല. അപ്പം വേറൊരു കാര്യം കണ്ടോ, ആ ഹോള് മൊത്തം അവർ അടച്ചു ഗൈസ്. ഇനി എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല കേട്ടോ. ദേ ഫുൾ ആ ഹോൾ ഇതാക്കിയിട്ട് ഇപ്പം നോക്കുമ്പോൾ ഞാൻ ദേ മൊത്തം അടച്ച ആ ഹോള്. എന്താ പരിപാടി? എന്നിട്ട് അതിൻ്റെ അടുത്തൊക്കെ കിടന്ന് കറങ്ങുകയാണ്. എവിടേക്കാണ് ആൾ പോകുന്നത്? എന്തെങ്കിലും അടയാളം വെക്കാൻ തോന്നുന്നു കേട്ടോ, അതിൻ്റെ എന്തെങ്കിലും ഇവിടെ ആയിട്ടിരിക്കുന്നതെന്നുള്ള രീതിയിൽ. എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ മൊത്തത്തിലും കഷ്ടപ്പെട്ടിട്ട് ആ ഫ്രണ്ടിലുള്ളത് മാത്രം അടച്ചു എന്ന് തോന്നുന്നു കേട്ടോ. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ഗൈസ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. ആൾ പോയിട്ടുണ്ട് എവിടെയോ. ഞാൻ പോയി നോക്കിയാലോ, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ. സോ ഗൈസ്, കണ്ടോ നിങ്ങൾ, അത് മണ്ണിട്ടങ്ങ് മൂടി. കണ്ടോ, അങ്ങനെ ഒരു സംഭവം കുഴിച്ചതായിട്ടേ കാണിച്ചിട്ടില്ല. അതെല്ലാം മൂടി വെച്ചിട്ട് ആൾ പോയിരിക്കുക. എവിടെ പോയതാണെന്ന് അറിയില്ല. ഞാനത് ഇല്ലാത്തപ്പോഴേ എൻ്റെ അടുത്ത് വന്നിരിക്കണം. ലെറ്റ്സ് സീ, അത് വരുമോ എന്ന് നോക്കാം. പോകുന്ന വഴിയിലൊക്കെ ഒന്ന് നോക്കിയതാട്ടോ. പക്ഷേ ഇത് കണ്ടോ ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ മണ്ണൊക്കെ എടുത്ത് ഇവർ കൂട് കെട്ടണതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ ഒരെണ്ണം കാണുന്നു, ഇതേ അവിടെ ഒരെണ്ണം കാണുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി.
എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, അതിൻ്റെ വീട് കെട്ടാനുള്ള സ്ഥലമൊക്കെ നോക്കാൻ പോയതാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഓരോ മണ്ണ് അതെടുത്തുകൊണ്ട് പോകാനാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ഹോള് മൂടിയതേ മഴ പെയ്യുമ്പോൾ അതെല്ലാം കൂടെ ഒലിച്ച് അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ വീട്, കണ്ടോ, ഇങ്ങനെ കെട്ടാനുള്ള പരിപാടിയാണ്. ഓക്കെ, വന്നോ? എന്തേ വന്നോ? ഞാനങ്ങ് പോട്ടെ, അവരവരുടെ പണി. എനിക്കൊന്ന് ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് പോവാ. ഇതാണ് ഇനി അടുത്ത പരിപാടി, മനസ്സിലായോ? ഇവിടുന്ന് കുറച്ച് മണ്ണെടുക്കുക, പോവുക, വരിക, പോവുക, ഇതാണ് പരിപാടി. കൊള്ളാം. എന്തായാലും എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നേച്ചറിൻ്റെ ഓരോ കാര്യങ്ങൾ. ദൈവം ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, ഓരോരുത്തർ ഓരോ രീതിയിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.